നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടാവും, സാർ എന്തിനാ വന്നിട്ട്, നിങ്ങൾ എന്നെ അറിയില്ല, നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. എന്തായാലും സാറിനെ കുറിച്ച് PSCയുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ പോകുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇന്ന് നിങ്ങളെ ഞാൻ ഞെട്ടിക്കാൻ പോവുകയാണ്. നിങ്ങളാരും കാണാത്തൊരു എന്നറിയും. നമുക്കൊരു നിമിഷം നമ്മളെ കണ്ണുകളടച്ച് ദൈവത്തിനോട് നന്ദി പറയാം. നല്ലൊരു ജീവിതം നമുക്ക് നൽകിയതിന്, നമ്മുടെ നല്ലൊരു മാതാപിതാക്കളെ നമുക്ക് കിട്ടിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നല്ലൊരു ജോലി, നല്ല സ്ഥലങ്ങളിൽ നല്ല കുറേ ആൾക്കാരെ കാണാൻ പറ്റിയതിന് ദൈവത്തോട് നന്ദി പറയാം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഗാസയിൽ അനാഥരായ കുഞ്ഞുമക്കൾ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നു, അവർ നിലത്ത് കിടന്നുറങ്ങുന്നു. അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പീഡനം സഹിക്കുന്നത്. ഞാനും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ പേപ്പറില്ലാതെ സംസാരിക്കാൻ ശ്രമിക്കാം. പക്ഷേ മലയാളത്തിൽ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് ചില തെറ്റുകളൊക്കെ വരാം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ലല്ലോ ഗോപു എന്നല്ലേ ചേച്ചി പറഞ്ഞിരിക്കുന്നു. ചേച്ചി വരെ നന്നായിട്ടുണ്ട്, നമുക്കും നന്നാകാം. കഴിഞ്ഞ ദിവസം എൻ്റെ സ്പീച്ച് എല്ലാവരും ശ്രദ്ധാപൂർവം എന്ന് കേട്ടു. പക്ഷേ എനിക്ക് തന്നെ തോന്നി ആ സ്പീച്ച് വളരെ സീരിയസ് ആയ ഒരു ടോക്കായിരുന്നു എന്ന്. ഇന്ന് ആ സീരിയസ് ആയ ടോക്കായിരിക്കില്ല, നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാവും. ഇന്നത്തെ ടോക്ക് ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങാം. ഒരു അമേരിക്കക്കാരൻ, അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിലെ ടെക്നോളജിയിലും ഹ്യൂമൻ ഇന്റലിജൻസിലുമാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ലോകം കാണാൻ വേണ്ടി പുറത്തേക്ക് പോയി. എല്ലാ രാജ്യങ്ങളും കണ്ടതിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലും പല സ്ഥലങ്ങളും കണ്ട് അവസാനം കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ഡാം, പിന്നെ കണ്ടം ചെയ്യാറായ കുറെ ബസ്സുകൾ, പിന്നെ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാർ, തിരിച്ച് ഒന്നും സംഭവിക്കാതെ വീട്ടിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാർ. ഇവരെല്ലാം കണ്ടതിന് ശേഷം അമേരിക്കക്കാരൻ തിരിച്ച് അമേരിക്കയിൽ പോയി പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടു. അയാൾ വിശ്വാസിയായി മാറി. അയാൾ പറഞ്ഞു, ഇന്ത്യയിൽ അവിടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത് ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി ഞാൻ കണ്ടറിഞ്ഞു. അവിടെ ആൾക്കാർ ദിവസവും പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന മൂലം മാത്രമാണ് ഇപ്പോഴും അണക്കെട്ടും വണ്ടികളും ഒക്കെ നല്ല രീതിയിൽ ഓടുന്നത്. അപ്പോൾ ഈ കഥ ഒരിക്കലും ഗൂഗിളിൽ തപ്പരുത്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണ്. വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന്. നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഒരു മാനസിക സൗഖ്യം ലഭിക്കുമെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു കഥയുണ്ട്, സക്കേവൂസിന്റെ കഥ. സക്കേവൂസ് ഒരു ടാക്സ് കളക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഈശോയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചെറിയ ഒരു മരത്തിൽ കയറിയിരുന്ന് യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു. യേശു സക്കേവൂസിന്റെ അടുത്ത് വന്നപ്പോൾ മരത്തിലേക്ക് നോക്കിയിട്ട് സക്കേവൂസിനോട് പറഞ്ഞു, നീ താഴെ ഇറങ്ങി വരിക, ഇന്ന് നിന്റെ വീട്ടിലാണ് ഞാൻ വസിക്കുന്നതെന്ന്. സക്കേവൂസ് പെട്ടെന്ന് താഴെ ഇറങ്ങി വന്ന് യേശുവിനെ കൂട്ടി സ്വന്തം ഭവനത്തിലേക്ക് പോയി. അവിടെ ഈശോയ്ക്ക് ഭക്ഷിക്കാനായിട്ട് ഭക്ഷണങ്ങൾ കൊടുത്തു. പെട്ടെന്ന് സക്കേവൂസ് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാൻ നന്നാവാൻ പോവുകയാണ്. ഞാൻ ആരുടെയെങ്കിലും വക അനധികൃതമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുമെന്ന്. എന്തുകൊണ്ടാണ് സക്കേവൂസിന് ഇങ്ങനെ ഒരു മാറ്റം വന്നത്? ഈശോ അവിടെ ഉണ്ടായിരുന്നു, ഈശോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സക്കേവൂസിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? ഞാനും ഇരുന്ന് ചിന്തിച്ചു. ശരിയാണ്,
സഖ്യവസിന് മാറ്റമുണ്ടായി. ഈശോയുടെ സ്നേഹം, ഈശോ അവന്റെ തെറ്റുകൾ കണ്ട് ആ തെറ്റുകൾ അവനെ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. അത് കണ്ടിട്ടാണ് സഖ്യവസ് അവന്റെ മനംമാറ്റം ഉണ്ടായത്. അവന് ആ മനംമാറ്റം ഉണ്ടായപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഈ ഭവനത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. മരിച്ച് നമ്മൾ എല്ലാവരും മോളിൽ ചെല്ലുമ്പോൾ എന്നെ എന്തായാലും സ്വർഗത്തിലേക്ക് കയറ്റിവിടും. കാരണം ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു പറയാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും അവിടെ നിർത്തും. ഇതെനിക്ക് പറയുമ്പോൾ ചിരിയും വരുന്നുണ്ട്, നാണവും വരുന്നുണ്ട്. കാരണം ചേച്ചിമാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെറ്റ് വേണമെങ്കിൽ എനിക്ക് പള്ളിയിൽ അച്ഛനോട് പറയാം, അച്ഛനത് 10 നന്മ പറഞ്ഞു പറയും, 10 സ്തുതിയിൽ ഒതുക്കിക്കളയും. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു എവീസ് ഉണ്ട്. ആ എവീസ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാൽ അവൻ എപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് സംസാരിക്കും. നന്നായിട്ട് സംസാരിക്കും മാത്രമല്ല, നന്നായിട്ട് ലൈൻ അടിക്കും, നന്നായിട്ട് പഞ്ചാരി അടിക്കും, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളാരും എന്നെ ശരിക്കും അറിയില്ല എന്ന്. എൻ്റെ സെക്കൻഡ് ഗേൾ ഫ്രണ്ട് എന്നെ നിന്ന് വിട്ടുപോയപ്പോൾ ഞാൻ വലുതാവുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ BEd പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് BEd പഠിക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലായി, BEd ഒരു +2 സ്റ്റാൻഡേർഡേ ഉള്ളൂ, ആകെ കൂടി കിട്ടുന്നത് ടീച്ചിങ് പ്രാക്ടീസ് മാത്രമാണ്. ഞാൻ അന്ന് തൊട്ട് പെണ്ണുങ്ങളോട് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ പേടി, അതായത് പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള സങ്കോചം മാറ്റാൻ വേണ്ടി ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. MA പഠിക്കുമ്പോൾ ഞാൻ നല്ല കമന്റ് അടിക്കാൻ ഡോക്ടറേറ്റ് ഡിഗ്രി വരെ എടുത്തു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് മോളെ, മുത്തേ എന്നൊക്കെയായിരുന്നു. കാരണം എനിക്കൊരു പെണ്ണിൻ്റെയും പേരറിയില്ലായിരുന്നു. ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പെണ്ണുങ്ങളൊക്കെ നൂലുണ്ട് ചേട്ടൻ എന്തി എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു വരുമായിരുന്നു. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ ദിവസം എന്നെ പിടിച്ചിട്ട് ഉപദേശിച്ചു, എവിസെ, ഞാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നീ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കുമല്ലോ കാണുന്നത്. എന്താണ് എവിസെ, എന്നാണ് നന്നാവുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ പ്രായം അതെനിക്കിപ്പോഴേ കിട്ടുകയുള്ളൂ. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ വന്ന് ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാനിത് ചെയ്യുന്നു എന്ന്. അവിടെ ഒരു സമയം ഉണ്ടായിരുന്നു, ഇലക്ഷൻ നടത്തിയ പെണ്ണുങ്ങളുടെ വോട്ടുകൾ മാത്രം മതിയായിരുന്നു എനിക്ക് എലക്ട് ആവാൻ വേണ്ടി. ലൈബ്രറിയിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടുണ്ട്, വർത്താനം പറഞ്ഞാലല്ല, ലൈബ്രറിയിൽ നിന്ന് പെണ്ണുങ്ങളുടെ കൈ നോക്കിയതിന്. ഞാൻ വാലന്റൈൻസ് ഡേയിൽ MPhil പഠിക്കുമ്പോൾ വാലന്റൈൻസ് ഡേയിൽ I love you എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് മെസ്സേജ് ഗേൾസിന്റെ ഹോസ്റ്റലിലേക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ MPhil പഠിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ പുറകെ നടന്ന് കമന്റ് അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യലൈസേഷൻ. എൻ്റെ ഭാര്യ അവളുടെ അച്ഛനോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കാം അവൻ്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട് എന്ന്. അവളുടെ അച്ഛൻ പറഞ്ഞു, അവനെ കണ്ടറിയില്ലേ നല്ല കൊച്ചാണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്കും എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. ഇതൊക്കെ ഞാൻ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പെൺകുട്ടികളോട് വർത്താനം പറയാനുള്ള ആ സങ്കോചം മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. ഞാൻ കഴിഞ്ഞ സ്പീച്ച് പറഞ്ഞ പോലെ എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തി. ഞാൻ നന്നായിട്ട് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി, നന്നായിട്ട് കമന്റ് അടിക്കാൻ പഠിച്ചു, ഞാൻ നന്നായിട്ട് ലൈൻ അടിക്കാനും പഠിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പഠിച്ചില്ല, പെണ്ണുങ്ങൾ എന്ത് ചിന്തിക്കുമെന്നൊന്നും
അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പഠിച്ചില്ല. അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിച്ചില്ല. പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്താ ആഗ്രഹിക്കുന്നു എന്ന് അവളുടെ ഭർത്താവിന് അറിയില്ല. എന്നെപ്പോലെ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ പണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സെറ്റാവാൻ വേണ്ടി 1 വർഷം എടുക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ യുഗത്തിൽ ഭർത്താവും ഭാര്യയും സെറ്റ് ആവണമെങ്കിൽ ഒരു മിനിമം 10 വർഷമെങ്കിലും എടുക്കും. എന്തുകൊണ്ടെന്നാൽ men are from Mars, women are from Venus. അവർ രണ്ടുപേരുടെയും നിർമ്മാണത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ദൈവത്തെ എനിക്ക് ഒരിക്കൽ കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചോദിക്കും, എന്തിനാണ് ദൈവം ഇങ്ങനെ 2 രീതിയിൽ പുരുഷനെ വേറൊരു ചിന്തയിലും പെണ്ണുങ്ങളെ വേറൊരു ചിന്തയിലും എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഒരു മോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, അങ്കിളുടെ ഗേൾഫ്രണ്ട് സ്റ്റോറി എന്ത് സംഭവിച്ചു? എന്താ അങ്കിളുടെ ഹീറോ തോറ്റുപോയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മുറിവേറ്റ സിംഹത്തിന്റെ വിശ്വാസം അതിന്റെ ഗർജനത്തെക്കാളും ഭീകരമാണ് എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഗേൾഫ്രണ്ടിനോട് ഞാൻ ബൈ പറഞ്ഞതിന് ശേഷം എനിക്കറിയാമായിരുന്നു അവളിവിടെ പഠിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അവളെ പോയി കാണാൻ ശ്രമിച്ചില്ല. എൻ്റെ ഹാർട്ട് പറയും പോയി കാണാൻ പറയും, പക്ഷെ മൈൻഡ് പറയും ഞാൻ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്, ഇനി പോയി അവളുടെ ലൈഫിലേക്ക് പോയില്ല എന്നുള്ളത്. കാരണം നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് ഇമോഷൻ ബേസ്ഡ് ആയിട്ടാണെങ്കിലും നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ലോജിക് ബേസ്ഡാണ്. നമ്മൾ ഹാർട്ട് എന്തോരം നമ്മുടെ കൺട്രോളിലാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മുടെ ഹാർട്ട് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഞാൻ വർഷങ്ങളോളം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുതിയ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ നേർച്ചയിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, മരിക്കുന്നതിന് മുമ്പ് എങ്കിലും എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ 2 പേരെയും കാണിച്ചു തരണമെന്ന്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു. അങ്ങനെ ഫസ്റ്റ് ഗേൾഫ്രണ്ടിനെ ഞാൻ കണ്ടെത്തി. അവൾ പറഞ്ഞു, നീ എനിക്ക് അയച്ചു തന്ന ആ കാർഡ് ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്ന്. എൻ്റെ സെക്കൻഡ് ഗേൾഫ്രണ്ടും 15 വർഷത്തിന് ശേഷം എനിക്കൊരു മെസ്സേജ് കിട്ടി. അങ്ങനെ ഞാൻ അവളെ കണ്ടെത്തി. 2018 ഓഗസ്റ്റ് 14-ാം തീയതി എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളാണ്. കാരണം അന്ന് കേരളത്തിൽ നല്ലപോലെ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി. അന്ന് ഞാൻ കാസർഗോഡ് ബ്ലാലില് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുത്തെ മാതാവിനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. എൻ്റെ അനിയനോട് പറഞ്ഞു, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെച്ചാണ് യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദങ്ങൾ കേട്ടത്. ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷെ ഞങ്ങൾ അവിടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് എൻ്റെ അനിയൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ വലിയ ഭക്തനൊന്നും അല്ലല്ലോ, എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ബ്ലാലിലെ മാതാവിനെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയാണ്. അയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ബാക്കി സ്റ്റോറി പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 1000 രൂപ തരാൻ നോട്ടും ഒരു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇനി ചോദ്യങ്ങൾ വേണ്ട, ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അറിയാൻ. അങ്ങനെ ഒരു സ്കൂളിന്റെ പേര് മാത്രം അറിഞ്ഞ് പിറ്റേ ദിവസം കാസർഗോഡ് എത്തി. ആ സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ ആ സ്കൂളിൽ നിന്ന് അവൾ ട്രാൻസ്ഫർ മേടിച്ച് വേറെ സ്കൂളിലേക്ക് പോയി. അവിടെയും ചെന്ന് പ്രിൻസിപ്പാളോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാള് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തന്നു. അങ്ങനെ ആ ലൊക്കേഷൻ മേടിച്ച് ഞാനും അവനും കൂടെ അവളുടെ വീട്ടിലെത്തി. എന്നെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്നെ ആള് മനസ്സിലായി. അവളുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അവിടെ വെച്ച് പരിചയപ്പെടുത്തി, മക്കളുണ്ടായിരുന്നു. എന്നെ അവിടെ നിർബന്ധിച്ച് ഫുഡും കഴിപ്പിച്ചിട്ടാണ് അവളുടെ വിട്ടത്. അവളൊരു പറഞ്ഞ ഒരു സെന്റൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ കണ്ണിൽ നോക്കി ഒരിക്കലും നുണ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ
എന്തുകൊണ്ടാണ് എൽവിസ് ഇതുപോലെ ഒരു കാര്യം ചെയ്തത്? അവൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുകയല്ലേ, നിങ്ങൾക്കും ഭാര്യയില്ലേ, മക്കളില്ലേ, ഇതിലും സോഷ്യലായി നോക്കി കഴിയുമ്പോൾ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് വരെ ഒരു കാര്യമേ പറയാനുള്ളൂ, എനിക്ക് സ്വസ്ഥമായി ഉറങ്ങും. 18 വർഷമാണ് ഞാൻ പറയേണ്ടത്. ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ റിഗ്രറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവരുത്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, പ്രണയിക്കാൻ അത് സിനിമ നമ്മൾ പഠിപ്പിക്കും, പക്ഷേ ആ പ്രണയത്തിന്റെ ആഫ്റ്റർ എഫക്ട്സ് അത് നമ്മൾ പ്രണയത്തിൽ വീണു പോകരുത്. റേസിംഗ് ലവ് എന്നാണ് പറയുന്നത്. മറ്റൊരു ചെറിയ കഥയിലേക്ക് ഞാൻ പറഞ്ഞു. ഒരു കഥ, ആ കഥയിൽ 5 പേരുണ്ട്. ആ 5 പേരിൽ 3 ആണും 2 പെണ്ണും. അവര് ഒരു ടാറ്റ സുമയിൽ ഒരു പാർട്ടിക്ക് ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു. റോഡില് രാത്രി ഏകദേശം 3 മണിക്ക് സമയത്താണ് അവർ ഡ്രൈവ് ചെയ്ത് പോയത്. ആ സമയത്ത് പെട്ടെന്ന് ബ്രിഡ്ജ് കണ്ടു. ബ്രിഡ്ജില് റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിരുന്നു, പക്ഷെ അവർ കണ്ടില്ല. അവർ നേരെ വണ്ടി ഓടിച്ചു പോയി. പെട്ടെന്ന് റോഡിന്റെ ബ്രിഡ്ജ് കഴിഞ്ഞു, ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ സ്ട്രക്ചറിൽ ഈ വണ്ടി തങ്ങി നിന്നു. എല്ലാവരെ പോലും അവരും പെട്ടെന്ന് പാനിക്കായി. അവരവരുടെ മൊബൈൽ എടുത്ത് നോക്കി, മൊബൈലിലൊന്നും റേഞ്ച് കാണുന്നില്ല. പെട്ടെന്ന് അവരിലുള്ള ഒരാളുടെ കയ്യിലേക്ക്, ഒരാളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിനകത്ത് എഴുതിയിരിക്കുന്നു ഗോഡ് എന്ന്. പെട്ടെന്ന് അവരെല്ലാവരും ചിന്തിച്ചു, ആരാണ് ഗോഡ്? അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് എന്തായാലും ആ കോൾ എടുക്കാം. അങ്ങനെ അവർ ആ കോൾ എടുക്കുന്നു. ഗോഡ് എന്ന് പറയുന്ന ആ ശബ്ദം, അവരുടെ പേരുകൾ എല്ലാവരും വിളിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഗോഡ് എന്ന ശബ്ദത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെങ്ങനെയാണ്, ഞങ്ങളുടെ പേരെങ്ങനെയാണ് ഗോഡിന് അറിയാവുന്നത്? അപ്പോൾ ഗോഡ് പറഞ്ഞു, നിങ്ങളുടെ പേര് മാത്രമല്ല, നിങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതലും അറിയാമെന്ന്. ഇപ്പോൾ അവര് ചോദിച്ചു, ഞങ്ങളുടെ ജീവിതം എന്താണ് ഇങ്ങനെയായി മാറിയത് എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി മാറിയത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെയല്ലേ ഈ ലോകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, അത് മനുഷ്യരെല്ലാവരും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഞാനില്ല. നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ വിധിയും നിർണ്ണയിക്കുന്നത് എന്ന്. അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു, ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ സംഭവിക്കുന്നത് എന്ന് ഗോഡിനോട് ചോദിച്ചു. ഗോഡ് പറഞ്ഞു, ഞാൻ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം കാണുന്നുണ്ട്, നിങ്ങളുടെ ഓരോ പ്രവൃത്തികളുടെയും ഓരോ കണക്ക് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതി വയ്ക്കുന്നത് എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഈ അപകടത്തിൽ കിടക്കുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഉണ്ട്, അതായത് ആത്മാവിന്റെ സ്വരം. ആ സ്വരം നിങ്ങൾ കേൾക്കാൻ, സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിനകത്ത് യാത്ര ചെയ്തവർ പറഞ്ഞു, ഞങ്ങൾ ഈ സ്വരം കേൾക്കാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ഈ സ്വരം തടസ്സം നിൽക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ ജോലികൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന്. അപ്പോൾ ഗോഡ് പറഞ്ഞു, ഈ സ്വരം എന്നുള്ളത് അത് ആത്മാവിന്റെ സ്വരമാണ്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വരമാണ്, അത് എൻ്റെ സ്വരമാണ്. എൻ്റെ സ്വരം കേൾക്കാതെ ഈ ലോകത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ ജീവിതത്തെ ശരിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ ഗോഡ് പറഞ്ഞു, 4 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, എന്നാൽ ബാക്കി 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല. ആദ്യത്തെ 2 കാര്യം, ഇത്തിരി ഹോപ്പ് വേണം, ഇത്ര നല്ല ബോധം വേണം. 3-ാമത്തെ കാര്യം ആത്മവിശ്വാസം.
നാലാമത്തെ കാര്യം, ഏറ്റവും കഠിനമായത് അതാണ് തോൽവി. നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ തോൽക്കാൻ പഠിക്കണം. ഈ തോൽവി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തോൽക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും മുൻപോട്ട് ചിന്തിക്കാൻ പഠിക്കും. നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ ആദ്യം തോക്കണം. നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു കഴിഞ്ഞാൽ നാളത്തെ ജീവിതം അത് ദൈവത്തിന്റെ കയ്യിലാണ്. ആ ദൈവം നിനക്ക് നല്ല ജീവിതം തരും എന്ന്. ഇന്ന് സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഒട്ടും ഇല്ലാത്ത ഒരാളായിരുന്നു. നമുക്ക് അവസരം വരുമ്പോൾ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കും, മറ്റുള്ളവർ എന്തെങ്കിലും ചിന്തിക്കും, എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കും എന്നോർത്ത് ആ അവസരങ്ങളെ കളയാതെ നമ്മൾ ആ അവസരങ്ങളെ ചാൻസ് ആക്കി മാറ്റുക എന്ന്. MAക്ക് ഓണം സെലിബ്രേഷനൊക്കെ വന്നപ്പോൾ ഞാനും ഒരു സിൽക്ക് ജുബയും സിൽക്ക് മുണ്ടും എടുത്ത് സ്റ്റേജിൽ പോയി. ഇത് നടക്കുന്നത് 2004-2005 സമയങ്ങളിലാണ്. അവിടെ വെച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം ഇതായിരുന്നു: സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഏതാണ് എന്ന്. 2004-2005 സമയങ്ങളിൽ എനിക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്ത്രീകളാരും തെങ്ങ് കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ വെച്ച് എന്നെ എല്ലാവരും കൂകി വിളിച്ച് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു. എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എൻ്റെ ലക്ഷ്യം 3000 വരുന്ന ആ ക്രൗഡിനെ ഫേസ് ചെയ്ത് ആ മൈക്കിന്റെ മുമ്പിൽ നിന്ന് അവരോട് സംസാരിക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇങ്ങനെയൊക്കെ കൂടി വിളിച്ച് എന്നെ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ പോലും ജഡ്ജസ് എനിക്ക് സെക്കൻഡ് പ്രൈസ് തന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അവൻ മുട്ടത്തെറ്റാണ് പറഞ്ഞത്, എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് അവന് സെക്കൻഡ് പ്രൈസ് കൊടുത്തു? അപ്പോൾ ജഡ്ജസ് പറഞ്ഞു, ഇത് നോളജ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലായിരുന്നു. ഇത് എങ്ങനെ അവൻ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവൻ ആ സദസ്സിനോട് സംസാരിക്കുന്നു എന്നുള്ള കോമ്പറ്റീഷൻ മാത്രമായിരുന്നു. അന്ന് ആ കോമ്പറ്റീഷന് എനിക്ക് സമ്മാനം കിട്ടിയത് 50 രൂപയാണ്. വീണ്ടും ആ 50 രൂപ കൊണ്ട് ലഡുവും മേടിച്ച് ടീച്ചേഴ്സിനും ക്ലാസ്മേറ്റ്സിനും എല്ലാം കൊടുത്തു. എനിക്ക് അന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ്, അത് 3000 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്, അത് ഉണ്ടാക്കി തന്നത് എൻ്റെ സെക്കൻഡ് ഗേൾഫ്രണ്ടാണ്. നമ്മൾ കത്തുന്ന ഒരു തിരിയെ കണ്ടിട്ടുണ്ടാവും. കത്തുന്ന തിരിയെ പോയി എല്ലാവർക്കും തൊടാൻ പേടിയാണ്, എനിക്കും പേടിയാണ്. പക്ഷെ നമ്മൾ പോയി ഈ കത്തുന്ന തിരിയിൽ പോയി തൊട്ടാൽ 2 കാര്യം നമുക്ക് സംഭവിക്കും. ഒന്ന്, നമ്മൾ കൈ പൊള്ളും. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, കൈ പൊള്ളുമ്പോൾ എന്തോരം പൊള്ളും, എത്ര ദിവസത്തേക്ക് ആ വേദന ഉണ്ടാവും, എത്ര ദിവസം കഴിഞ്ഞാൽ ഈ വേദന പോകും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ടാവും, ഈ തീയുമായിട്ടുള്ള ആ പേടി നമുക്ക് മാറിക്കിട്ടും. ജീവിതത്തിൽ നമ്മൾ അങ്ങനെ നമുക്ക് പേടിയുള്ള കാര്യം ആദ്യം ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവരെന്തോർത്തു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് ഒരിക്കലും ഭയക്കരുത്. നമ്മൾ തോറ്റുപോകും എന്നോർത്തും നമ്മൾ ഭയക്കരുത്. ആ ഭയത്തിന് ശേഷം നമുക്കൊരു നല്ല വിജയം ഉണ്ടാവും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മളെ അവർ കളിയാക്കും, അതിനുശേഷം അവരെ നമ്മളെ ആക്രമിക്കും, അവർ നമ്മളുമായിട്ട് നമ്മളെ പുച്ഛിച്ച് തള്ളും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിടിച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന്. എന്നെ ചെറുപ്പത്തിൽ ഇവനെ പഠിപ്പിക്കാൻ വിടണ്ട എന്ന് പറഞ്ഞവരുണ്ട്. +2 പഠിക്കുമ്പോൾ ഇവൻ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞവരുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഇവൻ ഭാവിയിൽ ഗുണ്ടയാകും എന്ന് പറഞ്ഞവരുണ്ട്. MAക്ക് പഠിക്കുമ്പോൾ ഇവരൊരിക്കലും ടീച്ചറാവില്ല എന്ന് പറഞ്ഞവരുണ്ട്.
എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ, എന്നെ കളിയാക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ കളിയാക്കുമ്പോൾ ഞാൻ പറയും, നിനക്ക് സന്തോഷമായോ? അപ്പോൾ അവൻ പറയും, ശരിയാ, നിന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഈ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രയത്നിച്ചത്. ജീവിതത്തിൽ ആദ്യം ഒരു നല്ല തൊലിക്കെട്ടി ഉണ്ടാക്കുക. ജീവിതത്തിൽ നല്ല തൊലിക്കെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായി മാറിയിരിക്കും. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഷാറുഖ് ഖാനെ അറിയാം. ഷാറുഖ് ഖാൻ അവന്റെ അച്ഛനെ നഷ്ടപ്പെടുന്നത് അവൻ 14-ാം വയസ്സിൽ വെച്ചാണ്. അവൻ പറയുന്നുണ്ട്, അവൻ ഷാറുഖ് ഖാന്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡ്രൈവർ പോലും അവന്റെ വണ്ടിയിൽ വന്നില്ല എന്ന്. കാരണം ഷാറുഖ് ഖാന്റെ കയ്യിൽ പൈസയില്ലായിരുന്നു. ഷാറുഖ് ഖാനാണ് ആ 14-ാം വയസ്സിലും വണ്ടിയിൽ കയറി ഇരുന്ന് ഓടിച്ചത്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എപ്പോഴാണ് ഡ്രൈവിംഗ് പഠിച്ചത്? ഷാറുഖ് ഖാൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഷാറുഖ് ഖാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഷാറുഖ് ഖാൻ ഇപ്പോഴും ഒരു നല്ല ഒരു ആക്ടറായി അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റി ആയി നിൽക്കാൻ പറ്റിയത്? അവൻ മരിച്ചുപോയ അല്ലെങ്കിൽ മരണപ്പെട്ടു പേരെ കുറിച്ചോർത്ത് വില വെച്ചില്ല. അവൻ അവന്റെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അവൻ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ആ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്ത് അവന്റെ ആക്ടിങ്ങിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു. ഇതേ സമയത്ത് തന്നെ ഷാറുഖ് ഖാന്റെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററും ഇവരുടെ അതേ ഏകദേശം പ്രായമുള്ള ഒരാളാണ്. പക്ഷേ ഈ അച്ഛൻ്റെയും അമ്മയുടെയും നിര്യാണത്തിന് ശേഷം ഈ സിസ്റ്റർ ആകെ ഇമോഷണലായി പെട്ടു. ഇപ്പോഴും ഷാറുഖ് ഖാന്റെ കൂടെയാണ് ഈ സിസ്റ്റർ താമസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു ഇമോഷണൽ ട്രോമയിൽ കൂടെ നടന്നു പോവുകയാണ്. ജീവിതത്തിൽ നമുക്ക് ചോയ്സസ് ആണ് തരുന്നത്. ജീവിതത്തിൽ നമുക്ക് പലവിധ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോയ്സാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ